നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവാം, പക്ഷേ കാണാത്തവർ ഒരുപാടുണ്ടാവാം. പൊക്കുന്ന് മലയിലേക്കാണ് ഇന്നത്തെ യാത്ര. അതായത് കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ നന്മണ്ട എത്തുന്നതിന് മുമ്പേ കാക്കൂർ കഴിഞ്ഞ് നന്മണ്ട 14:4 അതിൽ നിന്ന് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഈ പൊക്കുന്ന് മല ഇങ്ങോട്ട് കയറേണ്ടി നേരെ ഈ റോഡ് എത്ര പോകണം? 2 കിലോമീറ്റർ നേരെ പോയാൽ മതി. വണ്ടി എത്ര വരെ പോകും? ആണല്ലേ, ശരി, താങ്ക് യു. ടാറ് ചെയ്ത റോഡാണ്. റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു കുത്തനെ ചെറിയ കയറ്റം. ഏതായാലും പോയി നോക്കാം എന്താ സ്ഥിതിയെന്ന്. ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടെ മേലോട്ടും താഴോട്ടും റോഡ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മേലോട്ടാണ് കയറി പോകേണ്ടത്. റോഡ് അത്ര നല്ല റോഡൊന്നുമല്ല, കുറച്ച് ഓഫ് റോഡ് പോലെ റോഡാണ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ, തിരിച്ചു വരുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചളി ആയിക്കഴിഞ്ഞാൽ വണ്ടി സ്ലിപ്പാകാനൊക്കെ സാധ്യതയുണ്ട്. ഈ വഴിയുടെ 2 സൈഡും കാട് മൂടിക്കിടക്കുകയാണ്. പിന്നെ ഇതിലെ ആളുകളൊക്കെ വരാറുണ്ട്, ബൈക്ക് കൊണ്ടുപോയ പാടുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോകില്ല, കാരണമല്ല ഈ നമ്മളെ മുത്തുമോൻ ഇവിടെ വരെ എത്തിച്ച്. ഇനി അങ്ങോട്ട് ഇതാണ് കയറ്റം, അതൊരു ഇതാണ്, അങ്ങോട്ട് പോകില്ല. കുറച്ച് വണ്ടി ഓഫ് റോഡായി കയറി പോരണം. വണ്ടി എല്ലാവരും തന്നെ മേലോട്ട് കയറ്റേണ്ടതില്ല. അത് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ അറിവാണ്. കാരണം ഒരുപാട് റിസ്ക് ഉള്ള റൂട്ടാണ്, അതുകൊണ്ട് കയറരുത്. നമുക്കൊന്ന് മേലോട്ട് പോയിട്ട് ആ പൊക്കുന്ന് മലയുടെ മനോഹരമായ ദൃശ്യം ഒന്ന് കാണാം. നമ്മളിവിടെ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ മുനീർക്കാണ്. മുനീർക്കാ, ഒരു റിസ്ക് ഉള്ള വഴിയിലൂടെ പോകാൻ ഇങ്ങനത്തെ ആളുകളാണ് നല്ലതെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ടുള്ള ആവേശത്തോടെയാണ് കയറി പോകുന്നത്. അപ്പോൾ നമ്മളെ കുറച്ചും കൂടി കയറിയുണ്ട്. ഇവിടേക്ക് വണ്ടി ഓഫ് റോഡ് വണ്ടിയൊക്കെ വരും, പക്ഷേ ഡേഞ്ചറാണ് അവസ്ഥ. ഏതായാലും നല്ലൊരു കാറ്റൊക്കെ വന്നിട്ടുണ്ട്. മഴയല്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് ലക്കിയാണ്. പക്ഷേ എല്ലാവരും പറയുന്നത് മഴയത്ത് വന്നാൽ നല്ല ഭംഗിയുണ്ടെന്നാണ് പറയുന്നത്. ഈ കോടയൊക്കെ ഉണ്ടായിട്ട് ഏതായാലും വൈകുന്നേരം ഒരു 4 മണി സമയം ഉണ്ടാവും. അപ്പോൾ ഏതായാലും കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. എങ്ങോട്ടാ കയറേണ്ടതൊന്നും അറിയില്ല. ഞങ്ങൾ ഈ റൂട്ട് പോയിട്ട് ആളുകൾ പറഞ്ഞു തന്ന റൂട്ട് കൂടെ തന്നെ പോവാം. നമ്മൾ കുറച്ച് തോനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേപോലെ വഴി ഇങ്ങനെ കാണുന്നുണ്ട്. വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ വഴിക്ക് നേരെ അങ്ങോട്ട് പോരുത്. നേരെ പോയി കഴിഞ്ഞാൽ ഈ മലേൻ്റെ അടിയിൽ കൂടെയുള്ളൊരു വഴി മാത്രമാണ്. അപ്പോൾ നമ്മൾ മലയിലേക്ക് കയറണമെങ്കിൽ ചെറിയ ചെറിയ വഴികളുണ്ട്, അതായത് ആളുകൾ കയറിപ്പോയ വഴികൾ. അപ്പോൾ ഒരാൾ ഇവിടുന്ന് പറഞ്ഞിരുന്നു, ഈ കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ ഒരു അടയാളം പറഞ്ഞിരുന്നു. ആ അടയാളത്തിന് ശേഷം പറയുകയാണെങ്കിൽ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ മലയിലേക്ക് കയറാനുള്ള വലതുവശത്തൂടെ ആളുകൾ കയറിപ്പോയ ഒരു ഭാഗമുണ്ട്. അതിലൂടെയാണ് കയറി പോകുന്നത്. നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. ഏതായാലും ഇതിൻ്റെ ഇവിടെ ഒരു കായ് കണ്ടില്ലേ നിങ്ങൾ? നല്ല രസമുണ്ട് കാണാം. പക്ഷെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ഒരു പച്ചക്കാരക്ക എന്ന് പറഞ്ഞ കാരക്കല്ലേ, അതായത് ആ കാരക്കയുടെ ഇതുപോലെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇത് കാറ്റിലുണ്ടാകുന്ന ഒരു കായ് ആണെന്നാ തോന്നുന്നു. ഞാൻ പുറത്തുനിന്ന് കണ്ടില്ല. ഏതായാലും ഈ കായ് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും അറിയുന്ന സാധനമാണെങ്കിൽ
നിങ്ങളുടെ പേരറിയെങ്കിൽ ഒന്ന് ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. എന്താണ് ഈ മരക്കായുടെ പേര് എന്ന് വെച്ചാൽ. ഏകദേശം ഒരു കാടൊക്കെ കഴിഞ്ഞ സ്ഥലത്തുണ്ട്. ഇപ്പം കുറച്ച് പുല്ലുകളൊക്കെ കാണുന്നുണ്ട്, നിരന്ന സ്ഥലം. അടിപൊളി കണ്ടല്ലേ. ഇവിടെ നോക്കുമ്പോൾ നല്ല ശരിക്കും ഇതിൻ്റെ മേലോട്ട് പോയാൽ നല്ല ഇതായിക്കില്ലേ, കുറച്ച് മേലോട്ട് പോകാനല്ലേ. സംഗതി സൂപ്പറാട്ടോ, അടിപൊളിയാണ്. ഈ മല കയറി പോകുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനെ മല എന്തെങ്കിലും കയറി പോകും. മല കയറി പോകുമ്പോൾ ഭയങ്കര സുഖമാണ്. അത് എല്ലാവർക്കും ഉണ്ടാവില്ല. എല്ലാ വീട്ടിലും ഞാൻ പറയുന്ന ഇത്തരം സ്ഥലത്ത് പോയിട്ട് പ്ലാസ്റ്റിക് കുപ്പികൾ, ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളുണ്ട്. ഇവിടെ ആൾ വരുന്നുണ്ടെന്ന് തെളിവല്ലേ, ഒരുപാട് ആൾക്കാർ എത്രയോ പ്ലാസ്റ്റിക് കുപ്പികൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അവിടെ പറയാനുള്ള ഒരു വേദി എന്നുള്ള ഞാനും പറയും. പിന്നെ ഇനിയിപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും എതിരുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സ് പറഞ്ഞോളൂ, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്. സംഗതിയൊക്കെ അടിപൊളിയാണ്. വരുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ വരേണ്ട ലൊക്കേഷൻ സ്ഥലങ്ങളൊക്കെ ഞാൻ താഴത്ത് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മലയുടെ മുകളിലെത്തി, ഏറ്റവും മുകളിൽ കുന്നിൻ്റെ മുകളിലെത്തി. അടിപൊളിയാണ്, നല്ല ഒരു കാലാവസ്ഥ, നല്ലൊരു അടിപൊളി സ്ഥലം. പൊക്കുന്ന മലയുടെ ഏറ്റവും മുകളിൽ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് നമ്മളുള്ളത്. ശരിക്കും മോഹൻലാലിൻ്റെ പരിസ്ഥിതി പറയും പോലെ ഉയരം കൂടുന്തോറും ഭംഗി കൂടുന്ന പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിൽ എത്തുന്നതനുസരിച്ച് ഭംഗി ഇങ്ങനെ കൂടി വന്നു. എല്ലാവർക്കും വന്ന് കാണാൻ മാത്രമുള്ളൊരു സംഗതി കൊണ്ട് ഒരു വൈകുന്നേരങ്ങളിൽ ഫാമിലിക്കൊക്കെ വന്ന്, പക്ഷെ റിസ്ക് ആട്ടോ, പ്രായമായൊന്നും വരരുത്. കുറച്ചൊരു കുത്തനെ കയറി വരാനുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. പക്ഷെ കുറച്ചുകൂടി ഒന്നുകൂടി മഴ പെയ്തിട്ട് ജൂൺ മാസം ലാസ്റ്റൊക്കെ ആകുന്ന സമയത്ത് വരികയാണെങ്കിൽ ഒന്നൊരു പച്ചപ്പ് ഒന്നൊരു കൂടി വരും. ഏതായാലും സംഗതി സൂപ്പറാണ്, അടിപൊളിയാണ്. ഇത്രയും വീഡിയോകളുമായി നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പം വീഡിയോ കണ്ടതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, താഴെ കമൻറ്റ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പ്രിയപ്പെട്ടവരെ, ബൈ.